നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് നമുക്ക് എല്ലാവർക്കുമുള്ളത്. ഓരോ ദിവസം കഴിയും തോറും തിരക്കുകൾ കൂടി വരുന്നു എന്നതാണ് സത്യം. എങ്ങനെയൊക്കെ നമ്മുടെ തിരക്കുകൾ ഒഴിവാക്കി ശാന്തവും സുന്ദരവുമായൊരു ജീവിതം കഴിച്ചു കൂട്ടണമെന്ന് ശ്രമിച്ചാലും പലപ്പോഴും അതിന് സാധിക്കാറില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ തിരക്കുകളുടെ നടുവിൽ നേടിയെടുക്കുവാൻ കഴിയാത്ത, ചെയ്തു തീർക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ വല്ലാതെ നിരാശരും അസ്വസ്ഥരുമാണ് നാം എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്നത്? പല ഹൃദയങ്ങളും നിരാശയുടെ കയത്തിലാണ്. എങ്ങനെ ഇതിനെയൊക്കെ മറികടക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും ഒരുപക്ഷെ നൽകിത്തരുവാൻ ആർക്കുമുണ്ടാവില്ല. ഇരുളും മൂടിയ ഹൃദയത്തിനകത്തേക്ക് പ്രകാശത്തിൻ്റെ കിരണങ്ങൾ കടന്നു വരുവാനിടയായാൽ തീർച്ചയായും നമ്മുടെ നിരാശകൾ മാറും, നമ്മുടെ വേദനകൾ പമ്പ കിടക്കും. വളരെ മനോഹരമായ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. വെൻഡൽ ലോവ്ലെസ് എന്ന ഗാനരചയിതാവ് തൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ച ഒരു കത്തിൽ പരാമർശിച്ചിരിക്കുന്ന സംഭവമാണ്. ഒരിക്കൽ ഒരു അന്യരാജ്യത്ത് നിന്ന് ഒരു സന്ദർശകൻ അമേരിക്കയിലെത്തി. അമേരിക്കയിലെ പല സൗകര്യങ്ങളും സ്വന്തം രാജ്യത്തുള്ളതുപോലെ ആയിരുന്നില്ലെന്ന് അദ്ദേഹത്തിനറിയാം. ഒരിക്കൽ തൻ്റെ വീട്ടിലേക്ക് ഒരു ടെലിഫോൺ ചെയ്യേണ്ടതിന് ഒരു പബ്ലിക് ബൂത്തിൽ അദ്ദേഹം കയറുവാനിടയായി. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ അദ്ദേഹം കയറിയിട്ട് അവിടെയുള്ള ഡയറക്ടറിയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒരു നമ്പർ അദ്ദേഹം തിരയുകയാണ്. പക്ഷേ ആ ടെലിഫോൺ ബൂത്തിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. അരണ്ട വെളിച്ചത്തിൽ വായിക്കാൻ ശ്രമിച്ചിട്ടും ആ ഡയറക്ടറിയിലെ അക്കങ്ങൾ കൃത്യമായി വായിച്ചെടുക്കുവാനും അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പോഴാണ് ആ ടെലിഫോൺ ബൂത്തിനരികിലൂടെ മാന്യനായൊരു മനുഷ്യൻ നടന്നു വന്നത്. അദ്ദേഹം വിഷണ്ണനായി നിൽക്കുന്ന ഈ ടെലിഫോൺ ബൂത്തിനകത്തെ സന്ദർശകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സർ, ഇതിനകത്ത് വെളിച്ചം ഉണ്ടാകണമെങ്കിൽ താങ്കൾ ഒരു കാര്യം ചെയ്യണം. ഈ ടെലിഫോൺ ബൂത്തിൻ്റെ വാതിലടയ്ക്കണം. അത് കേട്ട മാത്രയിൽ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞിട്ട് ആ സന്ദർശകൻ ടെലിഫോൺ ബൂത്തിൻ്റെ വാതിൽ പെട്ടെന്നടച്ചു. അടച്ച മാത്രയിൽ ആ ബൂത്തിനകത്തെ ലൈറ്റ് പ്രകാശിക്കുവാനും ഇടയായി. വളരെ സന്തോഷത്തോടെ ആ ഡയറക്ടറിയിൽ തനിക്ക് വായിച്ചെടുക്കേണ്ട അക്കങ്ങൾ വായിച്ചെടുത്ത് ചെയ്തു തീർക്കേണ്ടത് പെട്ടെന്ന് ചെയ്ത് അവിടെ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി. സത്യം പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ അപര്യാപ്തതയാണ് അദ്ദേഹത്തെ ഭാരപ്പെടുത്തിയത്. വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും അസ്വസ്ഥനായി വിഷണ്ണനായി ആ ടെലിഫോൺ ബൂത്തിനകത്ത് അദ്ദേഹം നിൽക്കേണ്ടതില്ലായിരുന്നു. എങ്ങനെയാണ് വെളിച്ചം അതിലേക്ക് എത്തിക്കേണ്ടതെന്നും അദ്ദേഹത്തിന് അറിവില്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം സങ്കടപ്പെട്ടത്. ഒരുപക്ഷെ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് തോന്നിയാലും നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കുന്നത് തന്നെയാണ്. വെളിച്ചത്തിന് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഇരുള് മൂടിക്കിടക്കുകയാണ് ഹൃദയം.
അതുകൊണ്ട് തന്നെ നാം എല്ലാവരും അസ്വസ്ഥരാണ്. എങ്ങനെയാണ് ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നും നമുക്കറിഞ്ഞുകൂടാ. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന് ചിന്തിച്ചാൽ പലപ്പോഴും ആരെയും കാണാറുമില്ല. അതുകൊണ്ട് തന്നെ വലിയ വിഷമതയിലും സങ്കടത്തിലും ഓരോ ദിവസവും എല്ലാവരും തള്ളി നിൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശത്തിൻ്റെ കിരണങ്ങൾ വീഴാത്തത് കൊണ്ടല്ലേ നിരാശയും സങ്കടവുമൊക്കെ ആയിട്ട് നിങ്ങളും ജീവിക്കുന്നത്? ഒരുപക്ഷെ ഹൃദയത്തിൻ്റെ വാതിലും ഇനി ഒരിക്കലും തുറക്കണ്ടെന്ന് ചിന്തിച്ച് കൊട്ടിയടച്ചിട്ടുണ്ടായിരിക്കും. സ്നേഹത്തിൻ്റെ കിരണങ്ങളോ ക്ഷമയുടെ കിരണങ്ങളോ താഴ്മയുടെ കിരണങ്ങളോ ഒന്നും ഇനി എനിക്ക് വേണ്ട, എന്നിലേക്ക് വരണ്ട എന്ന ചിന്തയിൽ എല്ലാം കൊട്ടിയടച്ച് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. മുൻപ് സംഭവിച്ച പരാജയങ്ങളോ മറ്റുള്ളവരിൽ നിന്ന് നേരിട്ട വിഷമതകളോ ഒക്കെ ആയിരിക്കാം ഈ ഒരവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചത്. പക്ഷേ ഓർക്കണം, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പ്രകാശത്തിൻ്റെ കിരണങ്ങൾ വന്നാൽ ജീവിതം മാറും, നിരാശകൾ മാറും. എന്തുകൊണ്ട് കൊട്ടിയടച്ച ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്നുകൂടാ? പ്രകാശകിരണങ്ങൾ ഹൃദയത്തിനകത്തേക്ക് വരട്ടെ. അത് സ്നേഹത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, ക്ഷമയുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, താഴ്മയുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ. നിങ്ങൾക്കറിയാം എന്താണ് വേണ്ടതെന്ന്. ഇനി ഒരിക്കലും മറുത്തു നിൽക്കണ്ട. ഹൃദയത്തെ നിങ്ങൾ പാകപ്പെടുത്തൂ. ആ വാതിലൊന്ന് തുറക്കുക. പ്രകാശത്തിൻ്റെ കിരണങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. നിരാശകളും ഉത്കണ്ഠകളും അസ്വസ്ഥതകളുമൊക്കെ ഓടി മറയും.